Hi students, classification of mixtures ആണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് മിക്സർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മിക്സർ എന്നൊക്കെ പഠിച്ചതാണ്. എന്തായിരുന്നു മിക്സർ എന്ന് പറഞ്ഞാല്? കോമ്പിനേഷൻ ഓഫ് 2 or more substances not chemically അല്ലാതെ കമ്പൈൻ ചെയ്യുന്നതിന് എന്താണ് നമ്മൾ മിക്സർ എന്ന് പറയും അല്ലെ? ഫോർ എക്സാമ്പിൾ സാൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് ഇളക്കിയാൽ എന്തായി? അതൊരു മിക്സർ ആണ്. കാരണം അവിടെ ഫിസിക്കൽ റിയാക്ഷനെ നടന്നിട്ടുള്ളൂ, കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടില്ല. കാരണം നമുക്ക് ഈ മിക്സേഴ്സിലെ എല്ലാ കമ്പോണൻസിനെയും നമുക്ക് തിരിച്ച് എന്തെങ്കിലും ഒരു മെത്തേഡിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന്റെ സ്റ്റാർട്ടിങ് മെറ്റീരിയൽസ് നമുക്ക് തിരിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മിക്സേഴ്സ് എന്ന് പറയാം. Then this mixture is again classified into two. ഏതൊക്കെയായിരുന്നു മിക്സർ? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഹോമോജീനിയസ് മിക്സർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സർ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മിക്സറിനെ. ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ്. എന്തായിരുന്നു ഹോമോജീനിയസ് മിക്സർ എന്ന് പറഞ്ഞാല്? ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു മിക്സർ എടുത്താൽ ആ മിക്സറിലെ എല്ലാ ഭാഗത്തും യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും, ഒരേപോലെയുള്ള കോമ്പോസിഷൻ ആയിരിക്കും. സച്ച് മിക്സേഴ്സ് ആർ കോൾഡ് ഹോമോജീനിയസ് മിക്സർ. ഫോർ എക്സാമ്പിൾ സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ അല്ലെ? അപ്പം അതൊക്കെ എടുത്താൽ എന്താണ്? നമ്മൾ അതിന്റെ നമ്മളൊരു സോൾട്ട് സൊല്യൂഷൻ എടുത്തു, നമ്മൾ സൊല്യൂഷൻ മാത്രമാണ് എടുക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ഏത് ഭാഗത്ത് നോക്കിയാലും നമുക്ക് ഒരേപോലത്തെ കോമ്പോസിഷൻ ആണ് കിട്ടുക. സാൾട്ട് വേറെ, വെള്ളം വേറെ, അങ്ങനെയല്ലല്ലോ കിട്ടുക. അപ്പം അങ്ങനെയുള്ള ഒരേപോലെ കോമ്പോസിഷൻ ഉള്ള മിക്സറിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സർ എന്ന് പറയാം. ദെൻ വാട്ട് ഈസ് ഹെറ്ററോജീനിയസ്? എന്താണ്? അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് the mixture having non-uniform composition is known as heterogeneous mixture. നോൺ യൂണിഫോം ആയിട്ടുള്ള കോമ്പോസിഷൻ, അതായത് എല്ലാ ഭാഗത്തും ഒരേപോലെ അല്ല അതിന്റെ കോമ്പോസിഷൻ. അങ്ങനെയുള്ള മിക്സേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? ഹെറ്ററോജീനിയസ് മിക്സേഴ്സ് എന്ന് പറയും. ക്ലിയർ? ഈ ഹോമോജീനിയസ് മിക്സറിന് എക്സാമ്പിൾ ആണ് എന്ത്? എല്ലാ സൊല്യൂഷൻസ് എന്ന് നമ്മൾ പറയുന്നു. എല്ലാ സൊല്യൂഷനും എന്താണ്? എക്സാമ്പിൾസ് ഓഫ് ഹോമോജീനിയസ് സൊല്യൂഷൻ. അതായത് ഹോമോജീനിയസ് മിക്സർ, സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. അതൊക്കെ എന്താണ്? നമ്മളൊരു സോൾട്ട് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് കിട്ടുന്ന സൊല്യൂഷൻ ആണ്. ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള എല്ലാ സൊല്യൂഷനും എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? ഹോമോജീനിയസ് മിക്സേഴ്സിന് എക്സാമ്പിൾ ആയിരിക്കും. Then this heterogeneous mixture is again classified into two. ഹെറ്ററോജീനിയസ് മിക്സർ എന്തായിട്ടുണ്ട്? വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട്. ഫസ്റ്റ് വൺ ഇസ് കൊളോയിഡ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും കൊളോയിഡ് എന്നുള്ളത്. സോ കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ ആയിട്ട് നമ്മൾ ഹെറ്ററോജീനിയസ് മിക്സറിനെ, അതായത് എല്ലാ ഭാഗത്തും ഒരേപോലെ കോമ്പോസിഷൻ അല്ലാത്ത മിക്സറാണ് ഹെറ്ററോജീനിയസ് മിക്സർ. ആ ഹെറ്ററോജീനിയസ് മിക്സറിന് നമ്മൾ കൊളോയിഡ് ആയിട്ടും അതേപോലെ സസ്പെൻഷൻ ആയിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ, ഈ മൂന്ന് ആൾക്കാരെ പറ്റിയിട്ട്, ഹോമോജീനിയസ് മിക്സർ ആയിട്ടുള്ള സൊല്യൂഷനും ഹെറ്ററോജീനിയസ് മിക്സേഴ്സ് ആയിട്ടുള്ള കൊളോയിഡും സസ്പെൻഷനും, അപ്പൊ ഈ മൂന്ന് ആൾക്കാരെ പറ്റിയിട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് ഹോമോജീനിയസ് മിക്സറിന്റെയും ഹെറ്ററോജീനിയസ് മിക്സറിന്റെയും കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ക്ലിയർ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? ഹോമോജീനിയസ് മിക്സറിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യും. എന്നാൽ ഹെറ്ററോജീനിയസ് മിക്സറിന്റെ പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്യും. സോ ഹോമോജീനിയസ് മിക്സർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സർ വിച്ച് ഹാസ് എ യൂണിഫോം കോമ്പോസിഷൻ. യൂണിഫോം കോമ്പോസിഷൻ ഉള്ള ആളാണ് നമ്മൾ എന്ത് പറയാ? ഹോമോജീനിയസ് മിക്സർ എന്ന് പറയാം. ഇനി അതിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മിക്സർ ആർ നോട്ട് വിസിബിൾ ബൈ ദി നേക്ഡ് ഐ.
ആ മിക്സ്ചറിലെ പാർട്ടിക്കിൾസിന് നമുക്ക് നമ്മളെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റില്ല. എക്സാമ്പിൾ നമ്മൾ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ എന്താണ്, സാൾട്ട് സൊല്യൂഷൻ. എല്ലാ സൊല്യൂഷനും ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അപ്പം സാൾട്ട് സൊല്യൂഷൻ, കൺസിഡർ ദിസ് ഇസ് എ സാൾട്ട് സൊല്യൂഷൻ. അപ്പം നമുക്കറിയാം എല്ലാ ഭാഗത്തും യൂണിഫോം കോമ്പോസിഷൻ ആണ്. സെക്കൻഡ് വൺ, പാർട്ടിക്കിൾ ഓഫ് ദ മിക്സ്ചർ ആർ നോട്ട് വിസിബിൾ ബൈ ദ നേക്ഡ് ഐ. നമുക്ക് നേക്ഡ് ഐനെ കൊണ്ട് കാണാൻ പറ്റില്ല. ശരിയാണ്. നമുക്ക് അതിലെ സാൾട്ടിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്കിളിനെ കാണാൻ പറ്റുമോ? ഇല്ല, നേക്ഡ് ഐനെ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം എന്താണ്, ദാറ്റ് ഈസ് അനദർ പ്രോപ്പർട്ടി. Then the third property is the particles cannot be separated by filtration. Filtration വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു സൊല്യൂഷനിലെ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സത്യമാണല്ലേ? നമ്മളൊരു ഫിൽട്രേഷൻ, അതായത് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ ഈ സാൾട്ട് സൊല്യൂഷൻ അരിച്ചാൽ നമുക്ക് സാൾട്ട് വേറെ വാട്ടർ വേറെ കിട്ടുമോ? ഇല്ല, കിട്ടൂല. അപ്പൊ നമുക്ക് സിമ്പിൾ ഫിൽട്രേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഫിൽട്രേഷൻ യൂസ് ചെയ്തിട്ട് ഇത് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, ദ മിക്സ്ചർ ഇസ് സ്റ്റേബിൾ. സ്റ്റേബിൾ മിക്സ്ചർ ആണ്. ഇവിടെ സ്റ്റേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ. അതായത് നമ്മൾ കുറെ നേരം അതിനെ അൺഡിസ്റ്റർബ്ഡ് ആക്കിയിട്ട് വെച്ചാൽ അതിലെ പാർട്ടിക്കിൾസ് എന്താവില്ല, സെറ്റിൽ ചെയ്യൂല. ഫോർ എക്സാമ്പിൾ സാൾട്ട് സൊല്യൂഷൻ തന്നെ, നമ്മൾ സാൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ അനക്കാതെ വെച്ചാൽ നമുക്ക് സാൾട്ട് ഇവിടെ അടിഞ്ഞു കൂടുവോ, സെറ്റിൽ ചെയ്യോ? ഇല്ല. അപ്പം അങ്ങനെ സെറ്റിൽ ചെയ്യാത്തതിനെയാണ് നമ്മൾ സ്റ്റേബിൾ മിക്സ്ചർ എന്ന് പറയാം. സോ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആർ സ്റ്റേബിൾ. Then last one is the path of a beam of light is not visible in the mixture. ഈ path of beam of light എന്ന് പറയുന്നത് മിസ് പറഞ്ഞുതരാം. നമുക്കറിയാം സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫിസിക്സിലൊക്കെ. എന്താണ് ആക്ച്വലി ഇത് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്? നമ്മൾക്കറിയാം നമ്മുടെ സണ്ണിൽ നിന്ന് ഈ സൺറൈസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ പാത്തിലാണ് നമ്മളുടെ എർത്തിലേക്ക് വരുന്നത്. അവിടെ യാതൊരു ഡിസ്റ്റർബൻസും സ്പേസിൽ ആ ഇല്ല. പക്ഷെ അത് നമ്മളുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാകാം, അതേപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാകാം, അല്ലാതെ മറ്റു തരം ഗ്യാസുകൾ ഉണ്ടാവും, അല്ലെ, നൈട്രജൻ ഓക്സിജൻ ഗ്യാസുകളൊക്കെ ഉണ്ടാവും. അപ്പം ഈ സൺലൈറ്റ് ഈ പാർട്ടിക്കിൾസിലൊക്കെ തട്ടി അതിന്റെ സ്ട്രെയിറ്റ് ലൈൻ പാത്തുനിന്ന് അത് ഡേവിയേറ്റ് ചെയ്യും. ഈ ഡേവിയേഷനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So scattering of light, it is a phenomenon in which light rays get deviated from its straight path on striking an obstacle like dust or gas molecules, water vapors, etc. അപ്പം സൺലൈറ്റിന്റെ ആ റേസിന്റെ സ്ട്രെയിറ്റ് ലൈൻ പാത്തുന്ന ഒരു ഡേവിയേഷൻ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, സ്കാറ്ററിംഗ് എന്ന് പറയും. ഈ സ്കാറ്ററിംഗ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആക്ച്വലി കാണാൻ പറ്റുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുക? നമുക്കിപ്പം അത് ഫീൽ ചെയ്യില്ലെങ്കിലും അത്രയും ഫാസ്റ്റ് റിയാക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ, സപ്പോസ് ദിസ് ഇസ് അവർ ഐ, ഓക്കെ, ഹൈ ആണെന്ന് വിചാരിക്കുക. നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ ഇവിടെ ഒരു പൂവുണ്ടെന്ന് വിചാരിച്ചോ, ഒരു റെഡ് പൂവുണ്ടെന്ന് വിചാരിച്ചോ. അപ്പം ഈ പൂവ് എനിക്ക് റെഡ് ആയിട്ട് തോന്നണമെങ്കിൽ, എനിക്ക് ഈ പൂവിനെ കാണണമെങ്കിൽ എന്ത് സംഭവിക്കണം? റേസ് വന്നിട്ട്, അതായത് ലൈറ്റ് റേ വന്നിട്ട് ആ പൂവിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് നമ്മളുടെ കണ്ണിലെത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ആ പൂവിനെ കാണാൻ പറ്റുന്നത്. അല്ലാതെ ഈ റേ വന്ന് പൂവിൽ തട്ടി നമ്മളുടെ കണ്ണിൽ എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ആ പൂവിനെ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മള് കണ്ണ് തുറന്ന ഒരുപാട് സാധനങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് അതിനെ കാണാൻ പറ്റുന്നത്? ആ വസ്തുവിൽ തട്ടി ആ ലൈറ്റ് നമ്മളുടെ കണ്ണിൽ എത്തുന്നത് കൊണ്ടാണ് നമുക്കൊരു വസ്തുവിനെ കാണാൻ പറ്റുന്നത്. അപ്പം ഈ സ്കാറ്ററിംഗ് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എല്ലാ വസ്തുക്കളെയും കാണാൻ പറ്റുന്നത്. നമ്മളുടെ ബ്ലൂ സ്കൈ എങ്ങനെ കളർ ബ്ലൂ ആയത്? കാരണം ബ്ലൂ ലൈറ്റ് ആണ്. അതായത് നമുക്കറിയാം സൺലൈറ്റില് വൈറ്റ് ലൈറ്റ് ആണ്, അതിൽ എല്ലാ കളറും വിബ്ജിയോർ കളറുകൾ ഉണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എല്ലാ കളറും ഉണ്ട്. പക്ഷെ അതിലെ ബ്ലൂ ലൈറ്റ് ആണ് എന്തിൽ ചെയ്യുന്നത്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിൽ തട്ടിയിട്ട് സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളുടെ സ്കൈ ബ്ലൂ കളറിലായിട്ട് കാണുന്നത്. അതിനിപ്പം സപ്പോസ് ഗ്രീൻ ലൈറ്റ് ആണ് സ്കാറ്റർ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഗ്രീൻ ആയിട്ട് വിസിബിൾ ചെയ്യും. അപ്പൊ നമ്മൾ എന്താണോ ആ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നത്, നമ്മളെ കണ്ണിൽ എന്താണോ എത്തുന്നത് അതാണ് നമുക്ക് ആ കളറായിട്ട് കാണുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ സൺസെറ്റ്, സൺറൈസ് സമയത്തൊക്കെ സ്കൈ നല്ല റെഡിഷ് ഓറഞ്ച് കളർ ആയിരിക്കും. അത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളർ ലൈറ്റ് ആണ് സ്കാറ്റർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ കളറിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ഏത് ലൈറ്റ് ആണോ സ്കാറ്റർ ചെയ്യുന്നത് നമുക്ക് ആ കളറിലാണ് അത് കാണാൻ പറ്റുക. അപ്പം സ്കാറ്ററിംഗ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ സ്കാറ്ററിംഗ് നടക്കണമെങ്കിൽ, അതായത്
ആ സൺലൈറ്റിന്റെ പാത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡേവിയേഷൻ തട്ടി അതിനെ ഡേവിയേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ആ പാർട്ടിക്കിളിന് ഒരു സൈസ് വേണം, ഒരു പർട്ടിക്കുലർ സൈസ് വേണം. ആ ഒരു പർട്ടിക്കുലർ സൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പാർട്ടിക്കിളിൽ തട്ടിയിട്ട് ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കുള്ളൂ, ഡേവിയേഷൻ സംഭവിക്കുള്ളൂ. എന്നാൽ മാത്രമേ സ്കാറ്ററിങ് നടക്കുള്ളൂ. സ്കാറ്ററിങ് നടന്നാലേ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഹോമോജീനിയസ് മിക്സ്ചർ നമുക്കറിയാം പാർട്ടിക്കിൾ കനോട്ട് വിസിബിൾ ബൈ നേക്ഡ് ഐക്കിനെ കാണാൻ പറ്റൂല. അതേപോലെ തന്നെ ഈ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ വേണ്ടി, അതായത് പാത്ത് ഓഫ് ബീം ഓഫ് ലൈറ്റ് നമുക്ക് കാണണമെങ്കിൽ ആ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കണം. ആ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കണമെങ്കിൽ ആ പാർട്ടിക്കിൾസിന് ഒരു പർട്ടിക്കുലർ സൈസ് വേണം. അപ്പം നമ്മുടെ ഈ സൊല്യൂഷൻ ഹോമോജീനിയസ് മിക്സ്ചറിലെ ആ പാർട്ടിക്കിൾസിന് എന്തില്ല, ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനുള്ള സൈസ് ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കൂല, ലൈറ്റ് സ്കാറ്ററിങ് നടക്കൂല. ലൈറ്റ് സ്കാറ്ററിങ് നടക്കാതെ നമുക്ക് ആ ബീമിനെ കാണാൻ പറ്റൂല. ഇതാണ് സംഭവം. ഞാൻ കാണിച്ചു തരാം. ദിസ് വൺ I will show one video. This one. ഇപ്പൊ ഇവിടെ നോക്കുക, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഗ്ലാസ് ഓഫ് വാട്ടർ ആണ്. ഇതിപ്പോ ഒന്നുമില്ല, ദിസ് ഇസ് ജസ്റ്റ് സാൾട്ട് സൊല്യൂഷൻ ആണ്. രണ്ടിലും ഞാൻ സാൾട്ട് സൊല്യൂഷൻ എടുത്തു. അപ്പൊ കണ്ടോ, അപ്പൊ ഇതിൽ കൂടി നമ്മൾ ഇവിടെ ഒരു കണ്ടോ, ഒരു ലൈറ്റ്, ഒരു ബീം ഓഫ് ലൈറ്റ് നമ്മൾ ടോർച്ച് പോലെ അടിക്കുന്നുണ്ട് നമ്മൾ ഇതിൽ കൂടി. പക്ഷെ നമുക്ക് ഈ 2 ഗ്ലാസിന്റെ ഉള്ളിൽ കൂടിയും ആ പാത്ത് കാണുന്നുണ്ടോ? ഇല്ല. ആക്ച്വലി ലൈറ്റ് പോകുന്നുണ്ട്, കണ്ടോ, ഇതിൽ കൂടി പോയിട്ടാണ് നമുക്ക് ഇവിടെ കണ്ടോ ലൈറ്റ് കാണുന്നത്. അപ്പം ലൈറ്റ് പോകുന്നുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഹോമോജീനിയസ് മിക്സ്ചർ ആണെങ്കിൽ നമുക്ക് ആ പാത്ത് ഓഫ് ബീം ഓഫ് ലൈറ്റിനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഇത് സാൾട്ട് സൊല്യൂഷൻ ആണ്. ഓക്കെ, സാൾട്ട് സൊല്യൂഷൻ ആണ് രണ്ടും. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്ക് മനസ്സിലാവണം, അതായത് ഇതിൽ കൂടി ലൈറ്റ് ആക്ച്വലി പോകുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല എന്നുള്ളൂ. പക്ഷെ നോക്കുക, കണ്ടോ, 2 ഗ്ലാസ്സിലൂടെയും പോകുന്നുണ്ട്, കാരണം നമുക്ക് ഇവിടെ സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം പക്ഷെ നമുക്ക് അതിന്റെ പാത്ത് കാണാൻ പറ്റുന്നില്ല ലൈറ്റിന്റെ. ദെൻ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാലൊഴിച്ചു. ഓക്കെ, ഐ എം ആഡിങ് സം എമൗണ്ട് ഓഫ് മിൽക്ക് ടു വൺ ഓഫ് ദി ഗ്ലാസ്. എന്നിട്ട് നോക്കുക, ഞാൻ അതിനെ സ്റ്റിർ ചെയ്തു. കണ്ടോ, അപ്പം നിങ്ങൾ നോക്ക്, നമ്മൾ മിൽക്ക് ആഡ് ചെയ്തപ്പം എന്ത് മാറ്റാണ് വന്നത്, കണ്ടോ, ദിസ് ഈസ് പാത്ത് ഓഫ് ലൈറ്റ്. ആക്ച്വലി കണ്ടോ, നമുക്ക് ക്ലിയർ ആയിട്ട് ആ ലൈറ്റിന്റെ പാത്ത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഇതെന്താണ്, ദിസ് ഇസ് എ സൊല്യൂഷൻ, ദിസ് ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ഇതെന്തായിരിക്കും, ഡെഫിനറ്റ്ലി നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ ഇതെന്തായിരിക്കും, മിൽക്ക് ആഡ് ചെയ്താൽ അത് ഇറ്റ് ഇസ് എ ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആണ്, നമുക്കത് പഠിക്കാം. അപ്പം ഹോമോജീനിയസ് മിക്സ്ചറിൽ കൂടി ഒരിക്കലും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, പാത്ത് ഓഫ് ബീം ഓഫ് ലൈറ്റ് കാണാൻ പറ്റില്ല. പക്ഷെ അത് കണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ കാണാൻ പറ്റുന്നത്? നമുക്കറിയാം, മിൽക്ക് ആഡ് ചെയ്തപ്പം അവിടെ കുറെ പാർട്ടിക്കിൾസ് വന്നു. അപ്പൊ ആ പാർട്ടിക്കിൾസിനൊക്കെ എന്താണ്, ഈ ലൈറ്റിനെ, ഇവിടെ വരുന്ന ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനുള്ള സൈസ് ഉണ്ട്. അപ്പം അത് ആ പാർട്ടിക്കിൾസിൽ തട്ടിയിട്ട് നമ്മളുടെ കണ്ണിലെത്തും. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഇവിടെ ലൈറ്റ് റേ ഒക്കെ വരുന്നുണ്ട്, പക്ഷെ സ്കാറ്റർ ചെയ്യാൻ ഇവർക്ക് എന്തില്ല, പാർട്ടിക്കിൾ സൈസ് ഇല്ല. അതുകൊണ്ട് സ്കാറ്ററിങ് നടക്കുന്നില്ല, നമുക്ക് അതിന്റെ പാത്ത് കാണുന്നില്ല. അപ്പം ഇതാണ് പാത്ത് ഓഫ് ബീം ഓഫ് ലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പം ഇത്രയാണ് എന്ത് ഹോമോജീനിയസ് മിക്സ്ചറിന്റെ പ്രത്യേകതകൾ. ദ മിക്സ്ചർ വിച്ച് ഹാസ് എ യൂണിഫോം കോമ്പോസിഷൻ, പാർട്ടിക്കിൾസ് ഓഫ് ദ മിക്സ്ചർ ആർ നോട്ട് വിസിബിൾ ബൈ നേക്ഡ് ഐ, മിക്സ്ചർ ഇസ് സ്റ്റേബിൾ, പാത്ത് ഓഫ് ബീം ഓഫ് ലൈറ്റ് ഇസ് നോട്ട് വിസിബിൾ ഇൻ ദി മിക്സ്ചർ. സോ ഈ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ മിക്സ്ചർ ഓഫ് ഷുഗർ ആൻഡ് വാട്ടർ, മിക്സ്ചർ ഓഫ് സാൾട്ട് ആൻഡ് വാട്ടർ, മിക്സ്ചർ ഓഫ് സോൾട്ട്, copper sulfate and water, KMnO4 solution. Solution എന്നാണ് നമ്മൾ പറയാം, ഷുഗർ സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, ഓക്കെ, KMnO4 സൊല്യൂഷൻ. അതൊക്കെ എന്താണ്, ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. കണ്ടോ, ഇതൊക്കെ കണ്ടോ, നമുക്ക് കണ്ടോ, ഒന്നും കാണാൻ, പാർട്ടിക്കിൾ സൈസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫിൽറ്റർ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ. ഇനി നമുക്ക് ഹെറ്ററോജീനിയസ് മിക്സ്ചർ നോക്കാം. ഹെറ്ററോജീനിയസ് മിക്സ്ചറിന്റെ property എന്ന് പറഞ്ഞാൽ just opposite that of homogeneous mixture. It is a mixture which has non-uniform composition. The particles are visible by naked eye. നമുക്ക് അതിലെ പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റും. The particles can be separated by filtration. നമുക്ക് filtration യൂസ് ചെയ്തിട്ട് അതിലെ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. The mixture is unstable. Unstable കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? The particle settle down. The path of beam of light is visible in the mixture. മിക്സ്ചറിൽ എന്താണ്, അതിന്റെ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആകും.
എക്സാമ്പിൾ ആണ് മിക്സ്ചർ ഓഫ് സാൾട്ട് ആൻഡ് സാൻഡ്, മിക്സ്ചർ ഓഫ് സൾഫർ ആൻഡ് അയോൺ ഫില്ലിംഗ്, മിക്സ്ചർ ഓഫ് ഓയിൽ ആൻഡ് വാട്ടർ, കെറോസിൻ ആൻഡ് വാട്ടർ. അതൊക്കെ എന്താണ്? ഹെട്രോജീനിയസ് മിക്സ്ചർ. അതായത് ഹെട്രോജീനിയസ് മിക്സ്ചർ നമുക്ക് കാണാൻ പറ്റും, രണ്ട് പാർട്ടിക്കിൾസിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്നതാ സാൾട്ട് ആൻഡ് സാൻഡ്, ഉപ്പും മണ്ണും. എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹെട്രോജീനിയസ് മിക്സ്ചർ. പിന്നെ നമ്മുടെ അരിയിൽ കല്ലൊക്കെ ഉണ്ടാവില്ലേ, സ്റ്റോൺ ആൻഡ് റൈസ്, അതെന്താണ്? ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്. കാരണം നമുക്ക് അതിലെ പാർട്ടിക്കിൾസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ്, എല്ലാ സ്ഥലത്തും നമുക്ക് നോക്കിയാൽ ഒരേപോലെ എല്ലാം കാണാൻ പറ്റുക. സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ, നമുക്ക് അതിനെ ഫിൽറ്റർ ചെയ്ത് മാറ്റാൻ പറ്റും. ദെൻ ദ മിക്സ്ചർ ഇസ് അൺസ്റ്റേബിൾ, കാരണം കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മാറി മാറി വരും. ലിക്വിഡ് ഫോമിലാണെങ്കിൽ അത് സെറ്റിൽ ചെയ്യും അല്ലെ. ദെൻ അതായത് മഡ്, ഇപ്പം ഫോർ എക്സാമ്പിൾ സാൻഡ് ആൻഡ് വാട്ടർ, നമ്മൾ മണ്ണെടുത്ത് കുറച്ച് വെള്ളത്തിൽ കളിക്കാല് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞാൽ ആ മണ്ണൊക്കെ അടിയൂലേ. ഇനി പാല്, നമ്മൾ കുറച്ച് പാല് വെള്ളത്തിലേക്ക് ഒഴിച്ചു നോക്കുക, അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പാല് ഒരു വൈറ്റ് കളറായിട്ട് ഇവിടെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്താണ്? ഹെട്രോജീനിയസ് മിക്സ്ചറിന്റെ എക്സാമ്പിൾ ആണ്. ഇതിന്റെ പാത്ത് ഓഫ് ബീം ഓഫ് ലൈറ്റ് ഇസ് വിസിബിൾ ഇൻ ദ മിക്സ്ചർ, നമുക്ക് അതിൽ കൂടി കാണാൻ പറ്റും. കാരണം എന്തായിരിക്കും? ആ മിക്സ്ചറിന്, ഹെട്രോജീനിയസ് മിക്സ്ചറിന്റെ പാർട്ടിക്കിൾ സൈസ് വലുതാണ്, അതായത് സ്കാറ്റർ ചെയ്യാൻ പറ്റുന്ന അത്രയും വലുതാണ് അവരുടെ പാർട്ടിക്കിൾ സൈസ് എന്നുള്ളത്. എക്സാമ്പിൾസ് നോക്കാം. ഇത്രയാണ് ഹോമോജീനിയസ്. സാൻഡ് ആൻഡ് വാട്ടർ, ഫ്രൂട്ട് സലാഡ്, വാട്ടർ ആൻഡ് ഓയിൽ, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. അപ്പം പ്യുവർ സബ്സ്റ്റൻസ്, അതേപോലെ മിക്സ്ചർ ആൻഡ് കോമ്പൗണ്ട്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ്. ഇനി നമ്മളിപ്പം സൊല്യൂഷനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു, അതായത് ഹോമോജീനിയസിന്റെ പ്രത്യേകതകളൊക്കെ തന്നെയാണ് ഈ സൊല്യൂഷനും ഉണ്ടാവുക. കാരണം സൊല്യൂഷൻ ആസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹോമോജീനിയസ് മിക്സ്ചർ. പിന്നെ നമ്മൾ പറഞ്ഞു ദിസ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ ഇസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു ടു, വിച്ച് ആർ ദ കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് കൊളോയിഡ്, എന്താണ് സസ്പെൻഷൻ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം സസ്പെൻഷൻ ആൻഡ് കൊളോയിഡ്. അപ്പം നോക്കുക, സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അതിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 0.01 തൊട്ട് 1 നാനോമീറ്റർ. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ സെന്റിമീറ്റർ ആണ് കേട്ടോ. അത്രയും അത്രയും മീറ്റർ ആണ് വരുന്നത്. അത്രയും കുഞ്ഞ് സൈസാണ്. ആ സൈസ് ആയതുകൊണ്ടാണ് അവർക്ക് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ കഴിയാത്തത്. അപ്പൊ പാർട്ടിക്കിൾ സൈസിലുള്ള വ്യത്യാസമാണ്. Then do not separate on standing, cannot be separated filtration, do not scatter light. കൊളോയിഡ് ആണെങ്കിലും സസ്പെൻഷൻ ആണെങ്കിലും എന്താണ്? ദേ ആർ ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ദെൻ പാർട്ടിക്കിൾ സൈസിലുള്ള വ്യത്യാസം കൊണ്ടാണ് കൊളോയിഡ് സസ്പെൻഷൻ എന്ന് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. അതായത് പാർട്ടിക്കിൾ സൈസ്, കൊളോയിഡിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 1 to 1000 നാനോമീറ്റർ ആണ്. സസ്പെൻഷന്റെ പാർട്ടിക്കിൾ സൈസ് ഈ 1000 നാനോമീറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ സസ്പെൻഷൻ എന്ന് പറയും. ഓക്കെ, ദെൻ ഡു നോട്ട് സെപ്പറേറ്റ് ഓൺ സ്റ്റാൻഡിങ്. അതായത് നമ്മൾ സൊല്യൂഷൻ വെക്കുന്ന പോലെ കൊളോയിഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് സെപ്പറേഷൻ നമുക്ക് സാധ്യമല്ല കൊളോയിഡിൽ. നേരെ മറിച്ച് സസ്പെൻഷനിലാണെങ്കിൽ പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യും. ദെൻ ഫിൽട്രേഷനെ കൊണ്ട് നമുക്ക് കൊളോയിഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിൽട്രേഷനെ കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സസ്പെൻഷന് നമുക്ക് ഫിൽട്രേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. ദെൻ കൊളോയിഡും സസ്പെൻഷനും പാർട്ടിക്കിൾ സൈസ് ഉള്ളത് കൊണ്ട് രണ്ടും എന്ത് ചെയ്യും, ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും. പക്ഷെ സസ്പെൻഷന് ട്രാൻസ്പെറന്റ് ആണെങ്കിൽ മാത്രമേ നമുക്കത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് കാണാൻ പറ്റുള്ളൂ. അതായത് ഭയങ്കര കട്ടിയുള്ള സസ്പെൻഷൻ ഒക്കെ ആണെങ്കിൽ നമുക്കത് വിസിബിലിറ്റി, അതായത് ഫോർ എക്സാമ്പിൾ സാൾട്ട് ആൻഡ് വാട്ടർ ഒക്കെ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾ സൈസ് വളരെ കൂടുതലാണ്. അപ്പൊ മണ്ണൊക്കെ അടിഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിൽ കൂടി പാത്ത് പോകുമെങ്കിലും നമുക്ക് ലൈറ്റിന്റെ പാത്തിനെ കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. This is about colloid and suspension. Particle size ആണ് രണ്ടും heterogeneous ആണ്. ഒന്ന് 1 to 1000 നാനോമീറ്റർ ആണ്, ഒന്ന് 1000 നാനോമീറ്ററിനേക്കാളും കൂടുതലാണ്. ഓക്കെ, സോ ദിസ് വൺ കൊളോയിഡ് സൊല്യൂഷൻ എന്ത് ചെയ്യില്ല, പാത്ത് ഓഫ് ബീം ഓഫ് ലൈറ്റിനെ കടത്തി വിടൂല. നേരെ മറിച്ച് കൊളോയിഡും സസ്പെൻഷനും എന്ത് ചെയ്യും, അതിൽ കൂടി പാസ് ചെയ്യും. Then colloid. A colloidal solution is a heterogeneous mixture of 2 or more substances. അങ്ങനെ heterogeneous mixture ആണ്. ഫോർ എക്സാമ്പിൾ ആണ് മിക്സ്ചർ ഓഫ് സ്റ്റാർച്ച് ഇൻ വാട്ടർ. നമ്മൾ വെള്ളത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചാൽ എന്താണ്, അത് നന്നായിട്ട് സ്റ്റെർ ചെയ്താൽ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കൊളോയിഡ്. ദെൻ മിക്സ്ചർ ഓഫ് എഗ് ആൽബുമിൻ ഇൻ വാട്ടർ. മുട്ടയുടെ വെള്ളയില്ലേ, നമ്മളെ കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിന്റെ വെള്ളം നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് സ്റ്റെർ ചെയ്താൽ ദാറ്റ് ഈസ് ഓൾസോ എൻ എ കൊളോയിഡ്. ദെൻ മിൽക്ക് എന്താണ്, ഒരു കൊളോയിഡ് ആണ്. എയർ കണ്ടെയ്നിങ് ഡസ്റ്റ് ആൻഡ് സ്മോക്ക്. ആ ഡസ്റ്റും സ്മോക്കും ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഓൾസോ എ കൊളോയിഡ്. ഓക്കെ, എയർ കണ്ടെയ്നിങ് ഡസ്റ്റ് ആൻഡ് സ്മോക്ക് എന്ന് പറയുന്നത്
ഹെട്രോജീനിയസ് മിക്സ്ചർ കൊളോയിഡിൽ വരും. പക്ഷേ എയർ മാത്രമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ എയർ നമ്മൾ ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ എയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വി ആർ കൺസിഡറിങ് ഓൺലി ദി ഗ്യാസസ് പ്രസന്റ് ഇൻ ദി എയർ. ഓക്കെ, അപ്പം അതെന്തായിരിക്കും? ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും. പക്ഷെ എയർ കണ്ടെയ്നിങ് ഡസ്റ്റ് ആൻഡ് സ്മോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൊളോയിഡ്. Okay, then properties of colloidal solution. Colloidal solution is a heterogeneous, പറഞ്ഞത് തന്നെയാണ് പറയുന്നത് കേട്ടോ. heterogeneous mixture. Particle cannot be seen by naked eye. കാരണം നമുക്കൊന്ന് ആലോചിച്ചാൽ മതി, പാല് അല്ലെ, മിൽക്കിൽ എന്താണ്, നമുക്ക് അതിലെ പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റൂല, നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുന്നില്ല. The solute particle cannot be separated by filtration. ഫിൽട്രേഷനെ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. The solute particle do not settle down and solution is stable. സെറ്റിൽ ചെയ്യൂല, അതേപോലെ തന്നെ എന്താണ്, സ്റ്റേബിൾ ആണ്, സെറ്റിൽ ചെയ്യാത്തതുകൊണ്ട്. മിൽക്ക് ആലോചിച്ചാൽ മതി, മിൽക്ക് കുറെ നേരം വെച്ചാൽ അതിലെ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യോ? ഇല്ല. ഓക്കെ, ദെൻ പാർട്ടിക്കിൾ സ്കാറ്റർ എ ബീം ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഇറ്റ്. യെസ്, കൊളോയിഡും സസ്പെൻഷനും എന്താണ്, പാത്ത് ഓഫ് ബീമിനെ അത് സ്കാറ്റർ ചെയ്യും. ദെൻ ഈ കൊളോയിഡ് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ്, ആ ഒരു ഇഫക്റ്റിനെയാണ് നമ്മൾ ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറയാം. സോ വാട്ട് ഇസ് ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഇത് when a light passed through colloidal solution, the colloid particles scatter beam of light and the path of the light become visible in the area. അതായത് കൊളോയിഡ് ചെയ്യുന്ന സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ആ ഇഫക്റ്റിനെയാണ് നമ്മൾ ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ രാവിലെയൊക്കെ ജനാല തുറക്കുന്ന സമയത്ത് കണ്ടോ, നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അതേപോലെ ഡെൻസ് ഫോറസ്റ്റിലൊക്കെ പോയാൽ കണ്ടോ ഇങ്ങനെ. അപ്പൊ ഇതിനെയാണ് എന്ത് പറയാ, ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറയാം. അതായത് നമുക്കറിയാം എയർ കണ്ടെയ്നിങ് ഡസ്റ്റ് ആൻഡ് വാട്ടർ മോളിക്യൂൾ എന്താണ്, കൊളോയിഡിന് എക്സാമ്പിൾ ആണ്. അപ്പം അവിടെ ഡസ്റ്റ് എയർ ഒക്കെ ഉണ്ടാവും, അത് എന്ത് ചെയ്യും, ലൈറ്ററിനെ സ്കാറ്റർ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ പാത്ത് വിസിബിൾ ആവുന്നത്. അപ്പം ഇതിനെ കൊളോയിഡ് പാർട്ടിക്കിൾ ചെയ്യുന്ന സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിനെ നമ്മൾ ടിൻഡാൽ ഇഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ദെൻ നമ്മൾ ഈ കൊളോയിഡിൽ നമ്മൾ സൊല്യൂഷൻ പഠിച്ച സമയത്ത് നമുക്കറിയാം സൊല്യൂഷനിൽ രണ്ട് പാർട്ട് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? എ സൊല്യൂട്ട് ആൻഡ് എ സോൾവെന്റ് അല്ലെ. സൊല്യൂട്ടും സോൾവെന്റും. സൊല്യൂട്ട് എന്ന് പറയുന്നത് കുറച്ച് അളവിൽ എടുക്കുന്നത് അല്ലെ, സോൾവെന്റ് എന്ന് പറയുന്നത് കൂടുതൽ അളവിൽ എടുക്കുന്നത്. അപ്പൊ കൂടുതൽ കുറവ്. അതേപോലെ നമ്മളുടെ ഈ കൊളോയിഡില് എന്തുണ്ട്, രണ്ട് തരം ആൾക്കാരുണ്ട്. അത് സൊല്യൂട്ടിന് പകരം അതെന്താണ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്. ഓക്കെ, ദെൻ സോൾവെന്റിന് പകരം ഡിസ്പേർഷൻ മീഡിയ. സോ ഈ കൊളോയിഡ് ഹാവിംഗ് two parts, dispersed phase and dispersion medium. Dispersed phase എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളത്, സൊല്യൂട്ടിന്റെ പോലെ തന്നെ. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞത് കൂടുതലുള്ളത്. അപ്പം ഒരു ഡിസ്പേഴ്സ്ഡ്, നമ്മൾ സൊല്യൂഷൻ എങ്ങനെയാ പറയാ, സോൾവെന്റിലും സൊല്യൂട്ട് ഇട്ടത്. അപ്പം അതേപോലെ ഡിസ്പേർഷൻ മീഡിയത്തില് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉള്ളതിനെയാണ് നമ്മൾ കൊളോയിഡ്സ് എന്ന് പറയാം. കൊളോയിഡിന് രണ്ട് പാർട്ട് ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് അതിൽ കുറച്ചുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയാം. കൂടുതൽ എമൗണ്ട് ഉള്ളതിന് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയും. സോ ഈ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും വ്യത്യാസമാവുന്നതിനനുസരിച്ച് there are so many types of colloids are there. ഓക്കെ, ഡിസ്പേർഷൻ ഫേസും മീഡിയവും എന്താകാം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഏത് രീതിയിലും ആവാം. അപ്പം ഈ ഡിസ്പേർഷൻ ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസും ആണെങ്കിൽ, അതായത് ഗ്യാസിൽ ലിക്വിഡ്, അങ്ങനെയുള്ള കൊളോയിഡിനെയാണ് നമ്മൾ എയറോസോൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഫോഗ്, നമ്മളെ കോടമഞ്ഞ് എന്നൊക്കെ പറയുന്നില്ലേ, കോട, അതേപോലെ ക്ലൗഡ്, മേഘം, മിസ്റ്റ്, മഞ്ഞുതുള്ളി, അതൊക്കെ എന്താണ് ആക്ച്വലി, ദേ ആർ കൊളോയിഡ്സ്. ഏത് കൊളോയിഡ് ആണ്? ലിക്വിഡ് ഇൻ ഗ്യാസ്, അതിലുള്ള കൊളോയിഡ്സ് ആണ് എയറോസോൾ എന്ന് പറയാം. ഇനി സോളിഡ് ഇൻ ഗ്യാസ് ആയാലും നമ്മൾ അതിന് എയറോസോൾ തന്നെയാണ് പറയാ. സ്മോക്ക്, ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് ഒക്കെ സ്മോക്കിന് എക്സാമ്പിൾ, മീൻ എയറോസോളിന് എക്സാമ്പിൾ ആണ്. സോളിഡ് ഇൻ ഗ്യാസ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ പറയാ. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഇൻ ഡിസ്പേർഷൻ മീഡിയം എന്നുള്ള രീതിയിലാണ് പറയാം. ലിക്വിഡ് ഇൻ ഗ്യാസ്, സോളിഡ് ഇൻ ഗ്യാസ്. ഓക്കെ, അപ്പൊ കൂടുതലുള്ള ഡിസ്പേർഷൻ മീഡിയം ഏത് സ്റ്റേറ്റിലാണോ ആ ഒരു സ്റ്റേറ്റിലായിരിക്കും അവരുടെ ഒരു അപ്പിയറൻസ് ഉണ്ടാവുക. ഇനി ഗ്യാസ് ഇൻ ലിക്വിഡ്, ലിക്വിഡില് ഗ്യാസ് ഉള്ളതിന് അതിന് നമ്മൾ ഫോം എന്ന് പറയും. ഫോം എന്ന് പറഞ്ഞാൽ പദം. ഫോർ എക്സാമ്പിൾ ഷേവിംഗ് ക്രീം ഒക്കെ, സോപ്പ്, ഇതൊക്കെ എന്താണ്, ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ്. ദെൻ ലിക്വിഡ് ഇൻ ലിക്വിഡ്, അതിനാണ് നമ്മൾ എമൽഷൻസ് എന്ന് പറയാം. മിൽക്ക്, ക്രീം, നമ്മൾ ഫേസ് ക്രീം ഒക്കെ എന്താണ്, എമൽഷൻ എക്സാമ്പിൾ ആണ്. ഇനി സോളിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ അതിനെ സോൾ എന്ന് പറയും. മിൽക്ക് ഓഫ് മെഗ്നീഷ്യ, മഡ്, ചളിയൊക്കെ ഇല്ലേ,
മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു നമ്മൾ കുടിക്കുന്ന ഒരു മെഡിസിൻ ആണ്. ഗ്യാസ് ട്രബിള്, അതുപോലെ ഈ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, അതാണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്യാസ് ട്രബിൾസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്. അപ്പം അതെന്താണ്, സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. പെയിന്റ് ഒക്കെ എന്താണ്, സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. ദെൻ ഗ്യാസ് ഇൻ സോളിഡ് ആണെങ്കിൽ നമ്മൾ ഫോം എന്ന് പറയും. റബ്ബർ, സ്പോഞ്ച്, കേക്ക്, അതൊക്കെ എന്താണ്, ഗ്യാസ് ഇൻ സോളിഡ് ആണ്. ദെൻ ലിക്വിഡ് ഇൻ സോളിഡ് ആകുമ്പോൾ അത് നമ്മൾ ജെൽ എന്ന് പറയും. നമ്മൾ ജെല്ലി അതൊക്കെ ഇല്ലേ, ബട്ടർ, ചീസ് ഒക്കെ എന്താണ്, ലിക്വിഡ് ഇൻ സോളിഡ് ആണ്. ഇനി സോളിഡ് ഇൻ സോളിഡ് ആണെങ്കിൽ നമ്മൾ സോളിഡ് സോൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ കളേർഡ് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, രണ്ട് സാധനങ്ങൾ കൂടി ചേർന്നിട്ട് സോളിഡ് ഇൻ സോളിഡ്. അപ്പം ഇതൊക്കെ എന്താണ്, കൊളോയിഡിന് എക്സാമ്പിൾ. ലിക്വിഡ് ഇൻ ഗ്യാസ് ആണെങ്കിൽ കണ്ടോ, എയറോസോൾ. സോളിഡ് ഇൻ ഗ്യാസ് ആണെങ്കിലും എയറോസോൾ. ഗ്യാസ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ ഫോം, പത. ലിക്വിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ എമൾഷൻ. സോളിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ പെയിന്റ്, സോൾ എന്ന് പറയും. ഗ്യാസ് ഇൻ ലിക്വിഡ് കേക്ക്. ലിക്വിഡ് ഇൻ സോളിഡ് ആണെങ്കിൽ ജെല്ല്. ദെൻ സോളിഡ് ഇൻ സോളിഡ് ആണെങ്കിൽ സോൾ എന്ന് പറയും. ഓക്കെ, then that about colloid. Then last one is suspension. Suspension എന്തായിരിക്കും, it is a heterogeneous mixture of two or more substances. Solution of sand and water, solution of chalk powder and water are examples of suspension. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് സസ്പെൻഷൻ എന്തൊക്കെയായിരിക്കും, ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ്, പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. സൊല്യൂഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷനെ കൊണ്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ. സാൻഡ് ആൻഡ് വാട്ടർ ആലോചിച്ചാൽ മതി, നമുക്ക് ഫിൽട്രേഷനെ കൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. The solute particles settle down and the solution is unstable. നമുക്കറിയാം സാൻഡ് ആൻഡ് വാട്ടർ ആലോചിക്കുക, കുറച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ആവുന്നുണ്ട്, അതുകൊണ്ട് അൺസ്റ്റേബിൾ ആണ്. Then the particles of scatter of beam of light passing through in the path of light is visible. എല്ലാ ഹെറ്ററോജീനിയസ് സാധനങ്ങളും എന്താണ്, പാത്ത് ഓഫ് ബീം ഓഫ് ലൈറ്റ് വിസിബിൾ ആണ്. അപ്പം ഇതൊക്കെ എന്താണ്, സസ്പെൻഷൻ. കണ്ടോ, അതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്ത് നമുക്ക് അതിനെ കാണാൻ പറ്റും, അൺസ്റ്റേബിൾ ആണ്, ബീം ഓഫ് ലൈറ്റ് പോകും. ഇതൊക്കെ എന്താണ്, സസ്പെൻഷൻ ആണ്. അപ്പം സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങൾക്കത് നന്നായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, സോ ഇന്ന് ഇത്ര മതി. അപ്പം നന്നായിട്ട് ക്ലാസ് കേൾക്കുക. കുറച്ചൊരു ബുദ്ധിമുട്ടല്ല, കുറെ ടേംസ് വരുന്നുണ്ട്, അപ്പൊ നന്നായിട്ട് വായിക്കാം. ഓക്കെ, താങ്ക് യു.